അഭിനയത്തിൽ അഗ്രഗണ്യ, ജീവിതത്തിൽ കാമാസക്ത, എരകുടിപ്പാടി വെങ്കട മഹാലക്ഷ്മി എന്ന ലക്ഷ്മിയുടെ കഥയാണ് സിനിമാ കേരള ഇന്ന് പറയുന്നത്. ലക്ഷ്മി ആദ്യമായി അഭിനയിച്ചത് 1968 പുറത്തിറങ്ങിയ ജീവനാശം എന്ന ചിത്രത്തിൽ. മലയാളത്തിൽ അവർ ശ്രദ്ധേയായത് 1974 പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെ. ചട്ടക്കാരിയിൽ ലക്ഷ്മിയുടെ ശരീര സൗന്ദര്യം പ്രേക്ഷകർ കണ്ട് വിസ്മയിച്ചു. ജയഭാരതിക്ക് ശേഷം ശരീര സൗന്ദര്യ പ്രദർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു സീമയുമില്ലാത്ത, ഒരു അതിരുകളുമില്ലാത്ത ഒരു നടിയായിരുന്നു ലക്ഷ്മി. പിന്നീട് മലയാളത്തിൽ ലക്ഷ്മിയുടെ വേരോട്ടമായിരുന്നു പൊന്നി, പിക്നിക് തുടങ്ങിയ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളൊക്കെ, പ്രയാണം അടക്കമുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ ലക്ഷ്മിയുടെ നല്ല നടിയെ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളായിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ ശ്രദ്ധേയമാവുകയും ചെയ്തു. അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ പ്രേം നസീറിൻ്റെയും കമൽഹാസൻ്റെയും ഒക്കെ നായികയായി ലക്ഷ്മി, മധുവിൻ്റെ നായികയായും ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. സിംഹാസനം എന്ന ചിത്രത്തിൽ ലക്ഷ്മി മധു ജോഡികൾ വിജയം കണ്ടു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരേ സമയം ലക്ഷ്മി പ്രശസ്തയായി. ചില നേരങ്ങളിൽ ചില മനിതകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് അവർ സ്വന്തമാക്കി. ചട്ടക്കാരി ജൂലി എന്ന പേരിൽ ബോളിവുഡിൽ റീമേക്ക് ചെയ്തപ്പോൾ നായിക ലക്ഷ്മിയായിരുന്നു. ആ ചിത്രം വലിയ വിജയമായി മാറി. അഭിനയത്തിൽ സിംഹാസനങ്ങൾ വെട്ടിപ്പിടിച്ചു ലക്ഷ്മി. ജീവിതത്തിൽ ലക്ഷ്മിയുടെ കാമാസക്തികളുടെ കഥയാണ് നിറഞ്ഞു നിന്നത്. ലക്ഷ്മി ആദ്യമായി വിവാഹം കഴിച്ചത് ഭാസ്കർ എന്ന ബിസിനസ്സുകാരനെയാണ്. അതിൽ അവർക്കൊരു മകളുണ്ടായി, ഐശ്വര്യ പിൽക്കാലത്ത് സൂപ്പർ നടിയായി മാറി. അമ്മയും മകളും തമ്മിലുള്ള ഈഗോ ക്ലാഷൊക്കെ, തർക്കങ്ങളൊക്കെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിന്നീട് ചട്ടക്കാരിയിൽ തനിക്കൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിച്ച മോഹൻ ശർമ്മ എന്ന മോഹനെ ലക്ഷ്മി വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായില്ല. അതിവേഗം ഇരുവരും അടിച്ച് പിരിഞ്ഞു. പിന്നീട് ലക്ഷ്മി വിവാഹം കഴിച്ചത് നാരായണനുമായുള്ള ജീവിതവും അടിച്ച് പിരിഞ്ഞു. പിന്നീട് അവർ വിവാഹം കഴിച്ചത് ക്യാമറാമാനായ ശിവചന്ദ്രനെ. ആ വിവാഹ ജീവിതത്തിനും ആയുസ് ഉണ്ടായില്ല. ലക്ഷ്മി അങ്ങനെയായിരുന്നു, പറന്നു നടക്കുന്ന പൂമ്പാറ്റ, പല പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റ. അതായിരുന്നു ലക്ഷ്മി. ഒരു പുരുഷനിൽ ഒതുങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വിവാദമായി മാറുകയും ചെയ്തു. തെലുങ്കിൽ 52-ാം വയസ്സിലും തുടകൾ കാട്ടി ചിരഞ്ജീവിയോടൊപ്പം അഭിനയിച്ചു ലക്ഷ്മി. ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൽ ഒട്ടും മടി കാണിച്ചില്ല ഈ നടി. അതേസമയം ഈ നടിയുടെ വലിയൊരു പ്രത്യേകത, അവർക്ക് അസാധ്യമായ അഭിനയശേഷി ഉണ്ട് എന്നതായിരുന്നു. അവരുടെ അഭിനയശേഷി വ്യക്തമാക്കുന്ന ഒരു മലയാള ചിത്രം ചൂണ്ടിക്കാണിക്കാം. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കാര്യം നിസ്സാരം. പ്രേം നസീർ ആയിരുന്നു ഈ ചിത്രത്തിൽ അവരുടെ നായകൻ. പ്രേം നസീറുമൊത്തുള്ള ഈ ചിത്രത്തിലെ അവരുടെ കോമ്പിനേഷൻ സീനുകൾ വളരെ ശ്രദ്ധേയമാണ്. ശക്തമായ രീതിയിലാണ് ഇരുവരും, ശക്തമായ കോമ്പിനേഷൻ സീനുകളായിരുന്നു അത്. നന്നായി ഹാസ്യം ലക്ഷ്മിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ചിത്രമായിരുന്നു കാര്യം നിസ്സാരം. എന്തായാലും ലക്ഷ്മി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു കാലത്ത് പ്രേം നസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ ഇഷ്ടനായികയായി അവർ മാറി. പക്ഷേ അവരുടെ ജീവിതം കാമാസക്തി നിറഞ്ഞ ഒരു അധ്യായമായി മാറി.
4 പേരെയാണ് ലക്ഷ്മി സ്വീകരിച്ചത്. 4 പേരെയും ലക്ഷ്മി നിഷ്കരുണം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ദുരന്തം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അവർക്ക് ഒരു പുരുഷനിൽ ഒതുങ്ങാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഒരു പുരുഷനിൽ ഒതുങ്ങുന്ന സ്വഭാവം അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഭാസ്കർ മുതൽ ശിവചന്ദ്രൻ വരെയുള്ള പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ കയറി മേഞ്ഞത്. എന്തായാലും ലക്ഷ്മി ഇപ്പോഴും സജീവമാണ് TV ഷോകളിലും മറ്റും. ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ വലിയൊരു താരമായിരുന്നു. രജനീകാന്തിൻ്റെ വരെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. പ്രജ, നരസിംഹം എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി അവർ അഭിനയിച്ചു. സത്യമേവ ജയതയിൽ സുരേഷ് ഗോപിയുടെ നായികയായി, ജാക്ക്പോട്ടിൽ മമ്മൂട്ടിയുടെ നായികയായി. ഐശ്വര്യ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന ഒരു കാലം അതുണ്ടായിരുന്നു. പിന്നീട് ഐശ്വര്യ സിനിമയിൽ നിന്ന് ഔട്ടായെങ്കിലും സീരിയലിൽ അവർ സജീവമായി. ഐശ്വര്യവുമായി പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ബോൾഡായ ഒരു സ്ത്രീയായിരുന്നു ഐശ്വര്യ. അന്ന് ഞാൻ ഐശ്വര്യയോട് ചോദിച്ചു അമ്മയുമായുള്ള ബന്ധം എങ്ങനെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് അമ്മയും ഞാനുമായി പിണക്കത്തിലാണ് എന്നാണ്. അമ്മയ്ക്ക് അമ്മയുടെ ലോകം, എനിക്ക് എൻ്റെ ലോകം. എനിക്ക് ഒരു മകളുണ്ട്, അനൈന. അവളെ വളർത്താൻ വേണ്ടി ഞാൻ സീരിയലുകളിൽ അഭിനയിക്കുന്നു. അമ്മയുടെ സ്വത്തൊന്നും എനിക്ക് വേണ്ട. അനൈന അന്ന് കൊച്ചുകുട്ടിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അനൈനയെ വളർത്താൻ വേണ്ടി വിഖ്യാത നടി ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ സീരിയലുകളിൽ തുടർച്ചയായി അഭിനയിച്ച് അതിജീവനം നേടി. ഐശ്വര്യയുടെ ഓരോ ജീവിത പരിണാമങ്ങളും വാർത്തയായി മാറി. ഉള്ളത്തെ അള്ളിത്ത എന്ന പാർത്ഥിപൻ ചിത്രത്തിലൊക്കെ വളരെ സെക്സി ആയിട്ടാണ് ഐശ്വര്യ അഭിനയിച്ചത്. അവരുടെ ആദ്യത്തെ തമിഴ് ചിത്രം മീരയായിരുന്നു. വിക്രമൂത്ത് ആ ചിത്രത്തിൽ ലിപ് ലോക്ക് രംഗങ്ങളിൽ അഭിനയിച്ചു ഐശ്വര്യ. അങ്ങനെയൊക്കെ സെക്സിൻ്റെ അങ്ങേ അറ്റം വരെ പോയി ഐശ്വര്യ. ബട്ടർഫ്ലൈസിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു. അതിൽ സ്വിമ്മിങ് സൂട്ട് അണിഞ്ഞ് അഭിനയിച്ചു അവർ. അങ്ങനെയൊക്കെ ലക്ഷ്മിയെപ്പോലെ തന്നെ മലയാള സിനിമയിൽ നഗ്നത കാട്ടി വിസ്മയിപ്പിച്ചു അവർ. പിൽക്കാലത്ത് ഏറ്റവും ഒടുവിൽ അവരെ പറ്റി കിട്ടിയ വാർത്ത അവരൊരു സോപ്പ് കമ്പനി നടത്തുന്നു എന്നതാണ്. സോപ്പ് കമ്പനി നടത്തി അതിജീവനം തേടുന്നു ഐശ്വര്യ. അമ്മയും മകളും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. അമ്മയുടെ താല്പര്യം പരിഗണിക്കാതെ, അമ്മയുടെ നിർദ്ദേശം തിരസ്കരിച്ചുകൊണ്ട് അവരൊരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. അതിലുണ്ടായ മകളാണ് അനൈന. ആ വിവാഹ ജീവിതമാണ് ഐശ്വര്യയുടെ ജീവിതം തകർത്തത്. പിന്നീട് ലക്ഷ്മിയും ഐശ്വര്യയും തമ്മിൽ പല സമയങ്ങളിൽ തെറ്റിപ്പിരിഞ്ഞു. ഇപ്പോൾ സോപ്പ് കമ്പനിയിട്ട് സ്വന്തം കാലിൽ നിൽക്കുകയാണ് ഐശ്വര്യ. പറഞ്ഞു വന്നത് ലക്ഷ്മിയുടെ കാമാസക്തിയുടെ കഥയാണ്. അതിനൊപ്പം അമ്മയെപ്പോലെ തന്നെ ബോൾഡായ ഒരു നടിയുടെയും ഒരു മകളുടെയും കഥയാണ്.